ഹായ് എവരി വൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പാരഗ്രാഫ് ഗ്രൂപ്പിലേക്ക് കിടക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഫോണ്ട് ഗ്രൂപ്പിനെ കുറിച്ചാണ് പറഞ്ഞത്. ഇനി നമ്മൾ പാരഗ്രാഫ് ഗ്രൂപ്പിലേക്ക് കിടക്കുകയാണ്. പാരഗ്രാഫിനകത്തുള്ള കുറേ ഓപ്ഷൻസാണ് അലൈൻമെൻറ്റ്. ഓക്കെ, അലൈൻ ലെഫ്റ്റ്, അലൈൻ സെൻറ്റർ, അലൈൻ റൈറ്റ്, ജസ്റ്റിഫൈ. ഓക്കെ, അപ്പോൾ അലൈൻ ലെഫ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഇപ്പോൾ ഒരു സെലക്ട് ചെയ്യുന്നൊരു വേർഡ് ബൈ ഡിഫാൾട്ടായിട്ട് നോക്കിയാൽ നിങ്ങൾക്ക് അലൈൻ ലെഫ്റ്റാണ് കിടക്കുന്നത്. അതിനെ സെൻറ്ററിലേക്ക് മൂവ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ റൈറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യണമെങ്കിലാണ് നമുക്ക് അലൈൻ ലെഫ്റ്റ്, സെൻറ്റർ, റൈറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുക. അപ്പോൾ എനിക്കിപ്പം സെൻറ്ററിലേക്ക് കൊണ്ടുവന്ന് ബോൾഡാക്കി ഫോണ്ടിൻ്റെ സ്റ്റൈലൊക്കെ ഒന്ന് മാറ്റി ഇങ്ങനെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇനി എന്താണ് ജസ്റ്റിഫൈ? ജസ്റ്റിഫൈ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിയാൽ മതി. ഫസ്റ്റ് പാരഗ്രാഫ് എടുത്ത് നോക്കി, ഇതിൻ്റെ റൈറ്റ് കോർണർ പ്രോപ്പർ അല്ല, റൈറ്റ് സൈഡ്. സെക്കൻഡ് പാരഗ്രാഫ് നോക്കി, അത് ഒരു പ്രോപ്പറായിട്ടല്ല അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടിയാണ് നമ്മൾ ജസ്റ്റിഫൈ നോക്കുന്നത്. ലെഫ്റ്റും റൈറ്റും നോക്കിയാൽ ലെഫ്റ്റ് സൈഡ് നോക്കിയാൽ നിങ്ങൾക്ക് സ്ട്രെയിറ്റ് ആയിട്ട് നിങ്ങൾക്ക് താഴേക്ക് പോയിട്ടുണ്ട്, റൈറ്റ് സൈഡ് പക്ഷേ സ്ട്രെയിറ്റ് ആയിട്ടല്ല പോയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ നമുക്ക് ഡോക്യുമെൻറ്റിനെ പ്രോപ്പർ ആക്കാൻ വേണ്ടിയാണ് നമ്മൾ ജസ്റ്റിഫൈ ചെയ്യുന്നത്. നോക്കാം, ഞാനത് അപ്ലൈ ചെയ്യാണ്. നോക്കി, ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും പ്രോപ്പറായിട്ടുണ്ട്. ഓക്കെ, കാരണം പെർഫെക്റ്റ് ആയിട്ടൊരു ഡോക്യുമെൻ്റായി അത് മാറിയിട്ടുണ്ട്. സോ അതിനു വേണ്ടിയാണ് നമ്മൾ ജസ്റ്റിഫൈ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞത് ലെഫ്റ്റ് അലൈൻമെൻറ്റ്, സെൻറ്റർ അലൈൻമെൻറ്റ്, റൈറ്റ് അലൈൻമെൻറ്റ്, ദെൻ ജസ്റ്റിഫൈ. ഓക്കെ, ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യാൻ, സെൻറ്ററിലേക്ക് മൂവ് ചെയ്യാൻ, റൈറ്റിലേക്ക് മൂവ് ചെയ്യാൻ. ജസ്റ്റിഫൈ നമ്മൾ പാരഗ്രാഫിന് മാത്രമേ അപ്ലൈ ചെയ്യാറുള്ളൂ. ഒരു വേർഡിനോ അല്ലെങ്കിൽ ചെറിയൊരു സെൻറ്റൻസിനോ ഒന്നും അപ്ലൈ ചെയ്യരുത്. ഒരു വലിയൊരു പാരഗ്രാഫിന് മാത്രമേ അത് റൈറ്റ് സൈഡ് പ്രോപ്പർ ആക്കാൻ വേണ്ടി നമ്മൾ അപ്ലൈ ചെയ്യുന്നൊരു ടൂളാണ് ജസ്റ്റിഫൈ. ഓക്കെ, ഇപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം.